കുട്ടിയെ പാർക്കിൽ കളിക്കാൻ പോകുന്ന വഴിയാണിത്. അപ്പൊ ചിലപ്പോൾ അതിലൂടെ വന്നതായിരിക്കാം എന്നുള്ളതാണ് നിഗമനം. കാൽവഴുതി വിടാനുള്ള സാധ്യത കുറവല്ലേ? ഇങ്ങോട്ട് തന്നെ കുട്ടി ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നത്, കറക്റ്റായിട്ട് ഇതിൽ കൂടെ തന്നെ നടന്നു വന്നിരിക്കുന്നത്. ചാടാൻ പോരാ, അത്ര ചെറിയ കുട്ടിയല്ലേ. അപ്പൊ ഇങ്ങോട്ടുള്ള വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതാണ് സംഭവം. ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം കണ്ടിരുന്നില്ല. ഇന്നലെ ഈ വഴിക്ക് വരുന്നത് കാണുകയും ചെയ്തിട്ടില്ല ആരും. ഇന്ന് രാവിലെയാണ് ഇന്ന് രാവിലെ വരുമ്പോഴാണ് പെട്ടെന്ന് കണ്ടത്. കുളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, രണ്ടുപേരൊക്കെ വൈകിട്ട് കുളിച്ചിട്ടുണ്ട്, കാലത്ത് കുളിച്ചിട്ടുണ്ട്. ഒന്നും കണ്ടിട്ടില്ല. എസ് രാഗിൻ തുടരുന്നുണ്ട്. രാഗിനി, ഇപ്പോൾ ഈ കുളത്തിന് സമീപമായിട്ട് പാർക്കും മറ്റുമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ കുഞ്ഞ് ഇത്രയും ദൂരം അധികം വരാറില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും ഇപ്പോൾ സഹോദരനുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുടെയൊക്കെ കൂടെ ഒരുപക്ഷെ വന്നുള്ളൊരു പരിചയമൊക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള സാധ്യതയൊക്കെ മുന്നിൽ കാണുന്നില്ല. ഇപ്പോൾ ചെറിയൊരു പിണക്കമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടി ഒരുപക്ഷെ അങ്ങോട്ടേക്ക് വന്നതാകാം. എന്തായാലും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എല്ലാ സാധ്യതകളും പരിശോധിച്ച് വരുന്നുണ്ടല്ലേ ഈ ഒരു സംഭവത്തിൽ? രാഗിൻ, ഇപ്പോൾ ഈ അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞതായാലും നാട്ടുകാരൊക്കെ പറയുന്നതായാലും ഒരുപാട് ദൂരേക്ക് കുഞ്ഞ് അങ്ങനെ പോകാറില്ല. പക്ഷേ ഇതൊരു പാർക്ക് പോലെ സ്ഥലമുണ്ട്, അതിനടുത്തായിട്ടുള്ള കുളമാണ്. അപ്പോൾ ഇപ്പോൾ വീട്ടിലെ ആയാലും പരിസരത്ത് അറിയാവുന്നവരായാലും മുതിർന്ന കുട്ടികളൊക്കെ ഒരുപക്ഷെ അങ്ങോട്ടേക്ക് വന്നിരിക്കാം. കുഞ്ഞിന് ഒരുപക്ഷെ അറിയാമായിരിക്കും. അപ്പോൾ പിണങ്ങിയൊക്കെ പോയതല്ലേ, അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെയൊക്കെയുള്ള സാധ്യതയൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴും നാട്ടുകാർക്കായാലും ബന്ധുക്കൾക്കായാലും പ്രതിനിധികൾക്കായാലും ഒരു സംശയം, ഇത്രയും ദൂരം കുഞ്ഞു വന്നല്ലോ എന്നുള്ളതാണ്. അതായത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ സാധ്യതകളും അന്വേഷിക്കണം എന്നുകൂടി അവിടെയുള്ള ഓരോരുത്തരും പറയുന്നുണ്ടല്ലേ? സാധ്യതകൾ കൂടി പരിശോധിക്കണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് ഇത്രയും ദൂരം എങ്ങനെ പോയി, മാത്രമല്ല ഇത് പുഴയിലേക്ക് അല്ലെങ്കിൽ കുളത്തിലേക്ക് കാൽവഴുതി വീഴുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായിരുന്നില്ല. ആ കുളത്തിലേക്ക് തന്നെയായിട്ട് എത്തണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കുട്ടി പോയി എന്ന ഒരു ചോദ്യമാണ് പലരും പരസ്പരം ചോദിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധ്യതകളും സ്വാഭാവികമായിട്ടും പരിശോധിക്കും. ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത് കുട്ടി അവിടെ നിന്ന് ഇറങ്ങി സഹോദരനുമായി അല്പം പിണങ്ങിയാണ് ഇറങ്ങിയത്. തുടർന്ന് അതിനുശേഷം കുട്ടി ഇങ്ങനെ നടന്നു വന്ന് ഈ വെള്ളമുള്ള ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം തൊട്ടടുത്തൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ ഈ വെക്കേഷൻ സമയമായതുകൊണ്ട്, അവധിക്കാലമായതുകൊണ്ട് ഒക്കെ പോകാറുണ്ട്. അപ്പോൾ ആ വഴി കുട്ടിക്ക് പരിചയമുണ്ടാകും. അപ്പോൾ അങ്ങനെ പോയി എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ പോലും അത് ഉറപ്പിക്കണമെങ്കിൽ കുറെ അന്വേഷണം ആവശ്യമാണ്. എല്ലാ സാധ്യതകളും പരിശോധിക്കേണ്ടതായിട്ടും വരും. എന്തായാലും ഇത് മറ്റിടങ്ങൾ പോലെയല്ല, ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. മാത്രമല്ല എല്ലാവരുമായി നല്ല രീതിയിൽ ഇടപഴകി ജീവിക്കുന്ന ഒരു അന്തരീക്ഷമുള്ള സ്ഥലവും കൂടിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും പോലീസ് അതിന്റെ രീതിയിൽ തന്നെ പരിശോധിക്കും. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം സുഹാൻ ഒരു കണ്ണീരോർമ്മയാണ്. കാരണം മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയാണ് ഏവർക്കും ഉണ്ടായിരുന്നത്. കാരണം അധികം ദൂരം പോയിട്ടില്ല കുട്ടി. മാത്രമല്ല ആരും അങ്ങനെ തട്ടിക്കൊണ്ടുപോയതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോയതായിട്ടോ ഒരു തരത്തിലുള്ള വിവരങ്ങളോ സൂചനകളോ ഒന്നും തന്നെയില്ല. കുട്ടി സ്വയമേ നടന്നു പോയിട്ടുണ്ടാകാം. അപ്പോൾ തൊട്ടടുത്ത് രണ്ട് കുളങ്ങളുണ്ട്. അപ്പോൾ സാധ്യതകളൊക്കെ ഒരുപാടുണ്ട്. അത് ഓരോരുത്തരും സംശയം എന്നുള്ള രീതിയിൽ, ആശങ്ക എന്നുള്ള രീതിയിൽ അവിടെയുള്ളവരത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമാണ്. കാരണം കുഞ്ഞ് ഇത്രത്തോളം ഒറ്റയ്ക്ക് ദൂരേക്കൊന്നും പോകാറില്ല. അത് തന്നെയാണ് അങ്ങനെ ഓരോരുത്തർക്കും പറയാൻ ഇടവരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതാണൊന്ന് അന്വേഷിക്കണമെന്ന് അവിടെയുള്ള ഓരോരുത്തരും ഇപ്പോൾ സംസാരിക്കുന്നതും വേദനയോടുകൂടി തന്നെയാണ്. അപ്പോൾ എസ് രാഗിൻ പ്രദേശത്ത് നിന്നും തുടരുന്നുണ്ട്. രാഗിൻ, ഈ കുഞ്ഞിന്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അച്ഛൻ മറ്റൊരു സ്ഥലത്തല്ലേ, അപ്പോൾ പുറത്തെവിടെയാണെന്ന് മനസ്സിലാക്കുന്നു. ഉടനെ എത്തുമോ? എന്താണ് അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്? അതായത് കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം അതൊക്കെ പൂർത്തിയാക്കി ഇവിടേക്ക് കൊണ്ടുവരും. 4 മണിക്കാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സംസ്കാരം. അതോടൊപ്പം കുഞ്ഞിന്റെ അച്ഛൻ വിദേശത്തായിരുന്നു. കുഞ്ഞിന്റെ അച്ഛൻ ഇവിടേക്ക് നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് അനസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്തായാലും അദ്ദേഹവും അല്പസമയത്തിനകം തന്നെ സുഹാന്റെ വീട്ടിലേക്ക് വരും. ഏവരെയും സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖത്തിലാണ് ഉള്ളത്. കാരണം ഇന്ന് രാവിലെ നമ്മൾ അവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം എടുത്തപ്പോൾ നിങ്ങളിലൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ, എങ്ങനെയെങ്കിലും കുട്ടി തിരികെ വരട്ടെ എന്നതാണ് അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മളും അവരോട് പറഞ്ഞു കുട്ടി തിരികെ വരുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരത്തിൽ എല്ലാവരും തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ശരിയാണ്, ഒരു നാട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്, അത് തന്നെ വലിയ കാര്യമാണ് എന്ന് അവർ പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് സംഘമാണെങ്കിലും അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഫയർഫോഴ്സ് സംഘമാണെങ്കിലും ഒക്കെ തന്നെ തൊട്ടടുത്തുള്ള ആമ്പൽക്കുളത്തിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. അവിടേക്ക് എത്താൻ പോലീസ് സംഘമാണെങ്കിലും ഇവരൊക്കെ തന്നെ എത്താൻ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ പോലീസ് നായ ഇതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ഒക്കെ തന്നെ പരിശോധനയുമായി ബന്ധപ്പെട്ട് എത്തുകയും അതോടൊപ്പം തന്നെ മണം പിടിപ്പിച്ചുകൊണ്ട്
ഈ പറയുന്ന കുളത്തിന്റെ ഭാഗത്തേക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തെരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയുടെ വീടിനടുത്തുള്ള 2 കുളങ്ങളും അതോടൊപ്പം തന്നെ ഒരു പാടവും ഉണ്ട്. അവിടെ ഒന്നും തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും കുട്ടി അവിടെ ഉണ്ടാകില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് കുട്ടി ഉണ്ടാകും. എന്നാൽ അധികം ദൂരെ പോയിട്ടുമില്ല. അപ്പോൾ ഇത് എങ്ങനെയെന്ന് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമാണ്, കുഞ്ഞ് അത്രത്തോളം ദൂരെ പോകാറില്ല. അത് തുടക്കം മുതൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്നും കുഞ്ഞിനെ ലഭിക്കുമ്പോൾ, മൃതദേഹം ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആശങ്ക അവിടെയുള്ള ഓരോരുത്തരും പങ്കുവെക്കുന്നുണ്ട്. 21 മണിക്കൂർ കഴിഞ്ഞ ഈ ഒരു സമയം ഇത്രയും മണിക്കൂറുകളും ആ കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ആ നാട്. പക്ഷെ അവരുടെ പ്രാർത്ഥനകളൊന്നും ഫലമില്ലാതാവുകയാണ്.